ഒമാനിലെ പഴയ 1000 സ്കൂൾ ബസ്സുകൾ മാറ്റി പുതിയത് വരുന്നു. ഇതിൽ 510 ബസ്സുകൾക്ക് ഡെവലപ്മെന്റ് ബാങ്ക് ധനസഹായം നൽകും. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും കർവ മോട്ടോഴ്സിന്റെയും പങ്കാളിത്തത്തിലാണ് പദ്ധതി. 11.475 മില്യൺ ഒമാനി റിയാലാണ് ഡെവലപ്മെന്റ് ബാങ്ക് ധനസഹായമായി നൽകുക. വിദ്യാഭ്യാസ മന്ത്രാലയം, കർവ മോട്ടോഴ്സ് എന്നിവയുടെ പങ്കാളിത്തമുള്ള പദ്ധതി കഴിഞ്ഞ മാർച്ചിലാണ് ആരംഭിച്ചത്. ഓരോ ബസ്സിനും 22,500 ഒമാനി റിയാൽ വീതമാണ് പലിശയില്ലാതെ ബാങ്ക് നൽകുക. ബസ് ഉടമകൾക്ക് ആവശ്യമായ ധനസഹായം നൽകുകയാണ് ഈ സംരംഭത്തിൽ ബാങ്കിൻ്റെ പങ്ക്. ഗുണഭോക്താക്കളെ വിദ്യാഭ്യാസ മന്ത്രാലയമാണ് നാമനിർദ്ദേശം ചെയ്യുക. പലിശരഹിത ധനസഹായത്തിൻ്റെ കാലയളവ് 9 വർഷം ദീർഘിപ്പിക്കും. പഴയ സ്കൂൾ ബസ്സുകൾ മാറ്റി ഉന്നത സുരക്ഷാ നിലവാരത്തിലുള്ള ഗതാഗത സൗകര്യം വിദ്യാർത്ഥികൾക്ക് നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ബസ്സിന് അത്യാധുനിക നിരീക്ഷണം ഉൾപ്പെടെ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉണ്ടാകും. പ്രതിരോധാത്മക ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ ഡ്രൈവർമാരെ പരിശീലിപ്പിക്കുകയും ചെയ്യും. 5 വർഷത്തിനുള്ളിൽ 5000 പഴയ സ്കൂൾ ബസ്സുകൾ മാറ്റി പുതിയവ റോഡിലിറക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഏറ്റവും പഴയ ബസ്സുകൾക്ക് ആദ്യം മുൻഗണന നൽകുന്നുണ്ട്. മീഡിയ 1, മസ്കത്ത്.